നമസ്കാരം. സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമവും പതിവ് പോലെ ഇടതുമുന്നണിയുടെ തീവെട്ടി കൊള്ളയായി മാറിയിരിക്കുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെയാണ് ഈ പരിപാടി നടത്തിയാലേ വരവും ചെലവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് കണ്ടെത്തിയതും അടിയന്തരമായി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. നന്ദഗോവിന്ദം ഭജൻസ് പൊതുവെ ഇടതുപക്ഷ ഹാൻഡിലുകളുടെയൊക്കെ തന്നെ വിമർശനത്തിന് എപ്പോഴും വിധേയരാകുന്ന ഒരു ഗായക സംഘമാണ്. അവർ ഹൈന്ദവവൽക്കരണം നടത്താൻ കൂട്ടുനിൽക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് സൈബർ സഹാക്കൾ നിരന്തരമായി ഈ ഗാന സംഘത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇതിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ നന്ദഗോവിന്ദം ഭജൻസിന് പരിപാടി അവതരിപ്പിച്ച വകയിൽ 8 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നന്ദഗോവിന്ദം ഭജൻസ് ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ വന്നിട്ടേയില്ല. പിന്നെ ഈ പൈസ കൊണ്ടുപോയത് ആരാണ്? ഇത് വളരെ വിചിത്രമായൊരു കാര്യം തന്നെയാണ്. പരിപാടിയിൽ പങ്കെടുക്കാത്ത ഒരു പ്രമുഖ ഒരു പ്രസ്ഥാനത്തിന് 8 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ പണം കൊണ്ടുപോയത് ആരാണ് എന്ന് സ്വാഭാവികമായും നമ്മൾ അന്വേഷിക്കേണ്ടി വരും. മാത്രമല്ല, ഇതിലെ വരവ് ചെലവ് കണക്കുകൾ ഒരിക്കലും പൊരുത്തപ്പെടാത്തതുമാണ്. അതുപോലെ പ്രശസ്ത ഗായകനായ വിജയ് യേശുദാസോ സംഘം അവതരിപ്പിച്ച സംഗീത പരിപാടിക്ക് അദ്ദേഹം പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിനെല്ലാത്തിനും ഇവിടെ കണക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാവർക്കും ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്തു എന്നാണ് ഈ കള്ളക്കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടപ്പെട്ടവരായ ഒരുപക്ഷെ PRANCയുടെയൊക്കെ തന്നെ സഹായത്തോടു കൂടി പലരും അടിച്ചു മാറ്റി കാണും എന്നുള്ള കാര്യത്തിലൊന്നും ഇനി യാതൊരു സംശയവുമില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് നേരത്തെ ദേവസ്വം ബോർഡ് ഈ പരിപാടി നടത്താനായി പൈസ മാറിയിരുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം സ്പോൺസർമാരെ കൊണ്ട് മാത്രമാണ് നടത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സർക്കാരിൽ നിന്ന് വലിയ തോതിൽ പണം അനുവദിക്കുകയും ഇതെടുത്ത് ദൂർത്തടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തലേദിവസം തന്നെ പമ്പയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് കിടക്കുന്നതിന് വേണ്ടി പുതിയ കട്ടിലും മെത്തയും വാങ്ങിയ വകയിൽ 1 ലക്ഷം രൂപയാണ് എഴുതിയിരിക്കുന്നത്. ഈ കട്ടിലും മെത്തയും ഇപ്പോഴും പമ്പയിൽ തന്നെ ഉണ്ട്. അതുപോലെ ഓരോ കാര്യത്തിനും പല ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ താമസിച്ചിരുന്നത് മൂന്നാറിലും അതുപോലെ കുമരകത്തുമൊക്കെയുള്ള വൻകിട റിസോർട്ടുകളിലാണ് എന്നാണ് മറ്റൊരു കണക്ക്. പത്തനംതിട്ട ജില്ലയിലെ പമ്പയിൽ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളൊക്കെ തന്നെ പോയി എത്രയോ ദൂരെയുള്ള മൂന്നാറിലും കുമരകത്തുമൊക്കെ താമസിച്ചത് എന്തിനാണ് എന്നുള്ള ചോദ്യവും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സർക്കാർ പണം ഒരു സംഘം ആളുകൾക്ക് വേണ്ടി ദൂർത്തടിക്കാൻ വേണ്ടി ഇവർ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പമ്പയിൽ ഗാനസദസ്സ് നടത്തിയത് ഗായകൻ ഈശാൻ ദേവും സംഘവുമാണ്. 2 ലക്ഷം രൂപയാണ് ഇവരുടെ പ്രതിഫലം എന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് അവിടെ പരിപാടി അവതരിപ്പിച്ചത് നന്ദഗോവിന്ദം ഭജൻസ് ആണെന്നാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യത്തിലും തട്ടിപ്പ് നടന്നതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പരിപാടിയിലെ മുഖ്യ സംഘാടകരായിരുന്നത്. എത്ര വലിയ കൊള്ളയാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ പരിപാടിയുടെ പേരിൽ നടത്തിയതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഒരു അന്തവുമില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ട ഊരാളുങ്കലിനെ കൊണ്ട് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്യിച്ച വകയിലും വലിയ തുകയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൊടുക്കാനുള്ളത്. ഇത് ദേവസ്വം ബോർഡ് കൊടുക്കുമോ സർക്കാർ കൊടുക്കുമോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. ഇപ്പോൾ ഊരാളുങ്കലിനോട് ഈ ലഭിക്കാനുള്ള തുകയുടെ അളവ് കുറയ്ക്കണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഈ തീവെട്ടിക്കൊള്ളയ്ക്കായി ഇവർ തയ്യാറാക്കിയ ഈ ലിസ്റ്റിലെ ചിലവ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ടാക്സി ചാർജ് 10.57 ലക്ഷം, 8 അടി ഉയരമുള്ള സുരക്ഷാവേലി 3.24 ലക്ഷം, VIP-കൾക്ക് ഭക്ഷണ വിതരണം 30,000, പ്രഭാത ഭക്ഷണം 4,000 പേർക്ക് 4.2 ലക്ഷം, 11 മണി ചായ സ്നാക്സ് 5,000 പേർക്ക് 2 ലക്ഷം, ഉച്ചഭക്ഷണം 5,000 പേർക്ക് 8.5 ലക്ഷം, വൈകിട്ട് ചായ 5,000 പേർക്ക് 2 ലക്ഷം, രാത്രി ഭക്ഷണം 3,000 പേർക്ക് 4.5 ലക്ഷം രൂപ. ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി അന്ന് അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും നാട്ടുകാരെത്താത്ത അവസ്ഥയിൽ അവിടെയുള്ള പോലീസ് ക്യാമ്പിൽ നിന്നും അതുപോലെ മറ്റ് വിദ്യാർത്ഥികളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അവിടെ വേദി നിറച്ചത് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഇവർ ഇത്രയും പേര് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയും. VIP ഭക്ഷണത്തിനായി ഇത്രയും വലിയ തുകയെന്ന് പറയുമ്പോൾ ഓരോ VIP എത്രായിരം രൂപയുടെ ഭക്ഷണമാണ് ഒരു നേരം കഴിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയിട്ട് അതെല്ലാം തന്നെ വേസ്റ്റ് ആവുകയായിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകളുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും താമസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഈ പരിപാടി അവതരിപ്പിക്കാൻ വന്നവരുടെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള കൊള്ളയടിക്കൽ തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ നടത്തിയിട്ടുള്ളത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു PR ഏജൻസിയാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ PR ഏജൻസിയുടെ അധികൃതരെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാമായിരിക്കും.
8 കോടി രൂപയാണ് ഈ പരിപാടിയുടെ മൊത്തം ചിലവെന്നാണ് കണക്കാക്കിയിരുന്നെങ്കിൽ ഇതിപ്പോൾ 10 കോടി രൂപയിലധികം ചിലവായി എന്നാണ് പറയപ്പെടുന്നത്. സ്പോൺസർമാരിൽ നിന്ന് ആകെ പിരിഞ്ഞ് കിട്ടിയ 4 കോടി രൂപയാണ് എന്നാണ് ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറും വെളിപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കി പൈസ എന്ന് പിരിഞ്ഞ് കിട്ടും എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡറില്ലാതാണ് കരാർ നൽകിയതെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘവും മറ്റൊരു കൊള്ളയടിക്കുള്ള വേദിയാക്കി ഇവർ മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2018 ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നതിന് വേണ്ടി പെട്ടെന്ന് സർക്കാരിനൊരു അയ്യപ്പ ഭക്തി ഉണ്ടാവുകയും അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിനായി ഇത്തരത്തിലുള്ള വലിയൊരു പരിപാടി നടത്തുകയും ചെയ്തതിൻ്റെ പിന്നിലും ദുരുദ്ദേശം തന്നെയാണ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോ സാധനങ്ങളും വാങ്ങിക്കൂട്ടുകയായിരുന്നു വലിയ വിലയ്ക്ക് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ സംഘാടകരൊക്കെ തന്നെ സ്വന്തക്കാരെ കൊണ്ട് നിറച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ ഓരോ ഏജൻസികളെ ഏൽപ്പിക്കുകയും അവർക്ക് കണക്കിൽ അധികം പണം നൽകുകയും അതിൽ നിന്ന് ഒരു വിഹിതം പറ്റുകയും ചെയ്തു കാണും എന്നുള്ളതും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും കേരള ഹൈക്കോടതി ഈ വിഷയം വളരെ ഗൗരവതരമായി തന്നെയാണ് പരിഗണിക്കുന്നത്. മുഖ്യമന്ത്രി കിടക്കാൻ 1 ലക്ഷം രൂപ കട്ടിൽ വാങ്ങിയതും അതുപോലെ ഇത്രയും പേര് ഭക്ഷണം കഴിച്ച വകയിൽ ലക്ഷങ്ങളായതും മൂന്നാറിലും കുമരകത്തും പോയി മുറിയെടുത്ത് താമസിച്ചതുമൊക്കെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലാണ് നടന്നത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള ഈ ഒരു വലിയ ഭീകരമായ കവർച്ചയെക്കുറിച്ച് അടിയന്തരമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായി ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കാൻ കഴിയും. അതല്ലാതെ കേരളത്തിലെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമെങ്കിലും ഇക്കാര്യം കൂടി അന്വേഷിക്കുന്നത് ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിക്കാൻ സഹായകരമാകും. ഏതായാലും അയ്യപ്പ ശാപം കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ വിടാതെ പിന്തുടരുക തന്നെയാണ്. എന്തൊക്കെ കാണിച്ചാലും അതിൽ നിന്നെല്ലാം കൈയിട്ട് വാരുന്ന ഈ ഇടതുമുന്നണിയുടെ സ്ഥിരം രീതി ഇക്കുറി പൊളിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഹൈക്കോടതി തന്നെയാണ് കൃത്യമായി ഇത് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത.